നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? തൃശ്ശൂർ പല സ്ഥലങ്ങൾക്കും കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, കോട്ടപ്പുറം എന്നിങ്ങനെ പേരുകളുണ്ട്. എന്നാൽ തൃശ്ശൂര് ഒരു കോട്ട പോലും കാണാനില്ലതാനും. ഇതെങ്ങനെ? അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് തൃശ്ശൂർ റൗണ്ട് ആണ്. മാത്രമല്ല തൃശ്ശൂര് മിക്കവാറും റോഡുകളും ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞാണ് കിടക്കുന്നത്. എന്നാൽ പൂങ്കുന്നം മുതൽ ചെമ്പൂക്കാവ് വരെയുള്ള ഈ റോഡും ചെമ്പൂക്കാവിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്കുള്ള ഈ റോഡും പൂങ്കുന്നത്ത് നിന്ന് പടിഞ്ഞാറേക്കോട്ടയിലേക്കുള്ള ഈ റോഡും നോക്കൂ, കൃത്യം സ്ട്രെയിറ്റ് ലൈൻ. ഇതെങ്ങനെ? 1810 മുതൽ 1821 വരെയുള്ള 11 വർഷക്കാലം കൊണ്ട് കൊച്ചി രാജ്യത്തെയും തിരുവിതാംകൂർ രാജ്യത്തെയും വിവിധ സ്ഥലങ്ങൾ സഞ്ചരിച്ച് സർവേ ചെയ്തിരുന്നു ലഫ്റ്റനന്റ് വാർഡും കോണറും. ഈ സർവേയുടെ ഭാഗമായി ഇവർ അന്നത്തെ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യക്ക് അയച്ച നിരവധി ഡോക്യുമെന്റ്സിൽ നിന്നും പ്രസക്തമെന്ന് തോന്നിയ പലതും തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഒരു മെമ്മോയറാണ് ജിയോഗ്രഫിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെമ്മോയർ ഓഫ് ദ സർവേ ഓഫ് ദ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. ഇതിന്റെ 4ാം വോള്യത്തിൽ ഇവർ ഇന്നത്തെ തൃശൂർ ജില്ലയിലെ ചേലക്കര, മുള്ളൂർക്കര, തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. ഇതിൽ രസകരമായ പല വിവരങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ചേലക്കര അന്നൊരു ജില്ലയായിരുന്നു. പഴയന്നൂരടുത്തുള്ള ലക്കിടി ഭാഗം മുതൽ തൃശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള മുണ്ടത്തിക്കോട് ഭാഗം വരെയുള്ള പ്രദേശങ്ങളാണ് ചേലക്കര ജില്ലയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനടുത്ത ജില്ലയാണ് തൃശ്ശൂർപേരൂർ അഥവാ തൃശൂർ. ഇവരുടെ വിവരണങ്ങളിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സംഗതി കിടപ്പുണ്ട്. തൃശ്ശൂർ ഒരു കോട്ടയുണ്ടായിരുന്നു. ചെറിയ കോട്ടയൊന്നുമല്ല. നാം കണ്ടു പരിചയിച്ച പാലക്കാട്ടെ ടിപ്പു സുൽത്താൻ കോട്ടയൊക്കെ വച്ച് നോക്കുമ്പോൾ വളരെ വലുത്. ഏതാണ്ട് 4.5 മൈൽ, അതായത് 7.25 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വമ്പൻ കോട്ട നിലനിന്നിരുന്നത്. 1794-ൽ, അതായത് ഏതാണ്ട് 230 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. അന്നത്തെ തൃശ്ശൂരിലെ 8 വില്ലേജുകൾ കോട്ടയ്ക്കകത്തായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രവും ശക്തൻ തമ്പുരാൻ പാലസും ഇന്നത്തെ തൃശ്ശൂർ റൗണ്ടും തേക്കിൻകാടും എല്ലാം ഈ കോട്ടയ്ക്കകത്തായിരുന്നു. മാത്രമല്ല ഈ കോട്ടയ്ക്ക് ചുറ്റും ആഴമേറിയ കിടങ്ങും ഉണ്ടായിരുന്നു. കോട്ട പണിത് 15ലധികം വർഷങ്ങൾക്ക് ശേഷം 1810-ലാണ് വാർഡും കോർണറും ഇവിടെ എത്തുന്നത്. അവരുടെ വിവരണങ്ങളിൽ കോട്ടയ്ക്ക് 14 അടി ഉയരവും 15 അടി വീതിയും ഉണ്ടായിരുന്നു. 15 അടി വീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാഷണൽ ഹൈവേയിലെ ഒരു ലൈനോളം വരും. അതായത് കോട്ടയ്ക്ക് മുകളിൽ സദാസമയം കാവൽക്കാർക്ക് വേണമെങ്കിൽ ഒരു കുതിരവണ്ടിയിലടക്കം ചുറ്റാവുന്നത്ര വീതി. കിടങ്ങിനാകട്ടെ 12 അടി താഴ്ചയും. കൂടാതെ ഇടയ്ക്കിടെ വെടിമറകളും കൊത്തളങ്ങളും കാവൽപ്പുരകളും വെടിമരുന്ന് ശാലകളും ഒക്കെ ഘടിപ്പിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച്. എന്നാൽ ഈ കോട്ടയുടെ പണി മുഴുവിപ്പിച്ചിരുന്നില്ല. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ കോട്ടയുടെ പണിയെപ്പറ്റി കോർണറും വാർഡും പറയുന്നത് ഇതത്ര ശക്തമായൊരു കോട്ടയല്ല എന്നാണ്. കോട്ടയെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം ഇപ്രകാരമാണ്: പാതി വഴിയിൽ നിർത്തിവെച്ച കോട്ടപ്പണി കണ്ടാൽ തോന്നുക പണി തീർന്നാലും ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് രാജാവിന് ബോധ്യമായതിനാലോ പൂർത്തിയാക്കുവാൻ കഴിയാത്തതിനാലോ അനുവദിക്കാത്തതിനാലോ നിർത്തിയിരിക്കുകയാണെന്നാണ്. അഥവാ പണി പൂർണ്ണതയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രാജാവിന്റെ നിഷ്ഫല കർമ്മങ്ങളുടെ ഒരു സ്മാരകമായി തീർന്നേനെ ഇത്. കൃത്യമായും എന്തുകൊണ്ടാണ് പണി ഇങ്ങനെ പൂർത്തിയാക്കാതെയിരുന്നത് എന്നിവർ പറയുന്നില്ല. പ്രധാനമായും ചെങ്കല്ല്, മണൽ, ചളി എന്നിവ കൊണ്ടാണ് കോട്ടയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി BVK വാലത്ത് തന്റെ കേരളത്തിലെ സ്ഥലചരിത്രങ്ങൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊരു രൂപമാണ് നൽകിയിരിക്കുന്നത്. ഈ രേഖാചിത്രത്തിലെ കോട്ടയെ ഇന്നത്തെ തൃശ്ശൂരിന്റെ മാപ്പിൽ വരച്ചാൽ ഏതാണ്ട് ഇങ്ങനെയിരിക്കും. അതായത് കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗമായ ഇവിടെയാണ് ഇന്നത്തെ പടിഞ്ഞാറേക്കോട്ട. അതുപോലെ കിഴക്ക് ഭാഗത്ത് കിഴക്കേക്കോട്ട. അങ്ങനെ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ കോട്ടയുമായി ബന്ധപ്പെട്ട പേരുകൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. തുടക്കത്തിൽ പറഞ്ഞ സ്ട്രെയിറ്റ് റോഡുകളുടെ കാര്യവും മനസ്സിലായി കാണുമല്ലോ. കോട്ടയുടെ നീണ്ട മതിലുകൾ പൊളിച്ചു കളഞ്ഞ് അതാണ് റോഡായി മാറ്റിയത്.
അതുകൊണ്ടാണ് ഇവ വരച്ച വര പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് തൃശൂർ കോട്ടയുടെ കഥ. വാർഡിന്റെയും കോർണറിന്റെയും മെമ്മോയർ വായിച്ചു വന്നപ്പോൾ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവർ ഇന്നത്തെ വടക്കാഞ്ചേരി ഓട്ടുപാറ ഭാഗത്ത് വന്നപ്പോൾ ആ ഭാഗത്തിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ളത് പുഴയുടെ തെക്കുഭാഗത്തായി ചെറിയൊരു കൊട്ടാരത്തോട് ചേർന്നുള്ള ബ്രാഹ്മണ സഞ്ചാരികൾക്കായുള്ള ഊട്ടുപുരയാണ് എന്നാണ്. ഈ ഊട്ടുപുരയാണോ കാലാന്തരത്തിൽ മാറി മാറി ഓട്ടുപാറയായത്? ഇതിനെപ്പറ്റി അറിയുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ഇടുമല്ലോ. മറ്റെന്തെങ്കിലും രസകരമായ ഒരു കാര്യവുമായി അടുത്ത തവണ വരാം. നന്ദി.